ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു വെജ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, മല്ലിയില, കറിവേപ്പില ഇത്രയും, പിന്നീട് കുറേ വെജിറ്റബിൾസ് വേവിച്ചതും എടുത്തിട്ടുണ്ട്. പിന്നീട് കുതിർത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നീട് കുറച്ച് സവാളയും ഇട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. സവാളയും പച്ചമുളകും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ആ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ കുതിർത്ത് അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ആ നെയ്യിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി അതുകൂടിട്ട് ആ നെയ്യിലിട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികൾ, ഞാനിവിടെ ഗ്രീൻ പീസ്, കിഴങ്ങ്, കോളിഫ്ലവർ, ക്യാരറ്റ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് മസ്റ്റായിട്ട് എടുക്കണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കുറുമയാണിത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പം, ചപ്പാത്തി, അരിപ്പത്തിരിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജ് കുറുമയാണിത്. അന്നേരം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നിടം വരെ താങ്ക് യു. ബൈ.